നമസ്കാരം. ഇത് നമ്മുടെ ഒന്നാമത്തെ ലെസണാണ്. പ്രാചീന ഭാരതത്തിൽ 5-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഒരു ഗെയിമാണ് ചെസ്. രണ്ട് പേര് തമ്മിലാണ് ചെസ് കളിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെയാൾ വെള്ള കരുക്കൾ ഉപയോഗിച്ചും ഒപ്പോണന്റ് കറുത്ത കരുക്കൾ ഉപയോഗിച്ചുമായിരിക്കും കളിക്കുക. നമ്മൾ ബോർഡ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. റൈറ്റ് സൈഡിൽ താഴത്തെ കോർണർ എപ്പോഴും ലൈറ്റ് സ്ക്വയർ ആയിരിക്കണം. ആ രീതിയിൽ വേണം നമ്മൾ എപ്പോഴും ബോർഡ് സെറ്റ് ചെയ്യേണ്ടത്. ഇതിൽ ഒരു പ്ലെയറിന് 16 കരുക്കളാണ് ഉള്ളത്. വൈറ്റിന് 16 കരുക്കളുണ്ട്, അതേപോലെ തന്നെ ബ്ലാക്കിനും 16 കരുക്കളുണ്ട്. ഇത് കിങ് ആണ്. ചെസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീസാണ് കിങ് എന്ന് പറയുന്നത്. കിങ്ങിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇതിന് മുകളിലായിട്ട് ഒരു ക്രോസ് മാർക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ചെസ്സിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ പീസും കിങ് ആയിരിക്കും. കിങ് ഇല്ലാതെ നമുക്ക് ചെസ് കളിക്കാനേ പറ്റില്ല. ഈ പീസിന് നമ്മൾ പറയുന്ന പേര് ക്യൂൻ എന്നാണ്. ഇത് ചെസ്സിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പീസാണ് ക്യൂൻ. ഇത് റൂക്കാണ്. ഓരോ കളിക്കാരനും 2 റൂക്ക് വീതമുണ്ട്. ഇതിന് നമ്മൾ പറയുന്ന പേര് ബിഷപ്പ് എന്നാണ്. ഇതും ഓരോ കളിക്കാരനും 2 ബിഷപ്പ് വീതമാണ് ഉള്ളത്. ഇതിന് നമ്മൾ നൈറ്റ് എന്നാണ് പറയുന്നത്. ഇതും ഓരോരുത്തർക്കും 2 നൈറ്റ് വീതമുണ്ട്. അടുത്തതാണ് പോൺ. ഓരോരുത്തർക്കും 8 പോൺ വീതമാണ് ഉള്ളത്. വൈറ്റിന് 8 പോണുണ്ട്, അതേപോലെ തന്നെ ബ്ലാക്കിനും 8 പോണുണ്ട്. നമ്മൾ പീസുകളുടെ എല്ലാത്തിൻ്റെയും പേര് പഠിച്ചു അല്ലേ? പീസുകൾക്ക് പേരുള്ള പോലെ തന്നെ ഈ സ്ക്വയറുകൾക്ക് എല്ലാത്തിനും ഓരോരോ പേരുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ പേര്. ഇതിന്റെ നേരെ താഴെ എന്താ എഴുതിയിരിക്കുന്നത്? ഡി. സൈഡിൽ എന്താ എഴുതിയിരിക്കുന്നത്? 4. അപ്പൊ ഈ സ്ക്വയറിന്റെ പേര് D4 എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്വയറിന്റെ പേര് എന്തായിരിക്കും? നേരെ താഴെ എഴുതിയിരിക്കുന്നത് എഫ്. സൈഡിൽ എന്താ എഴുതിയിരിക്കുന്നത്? 6. അപ്പൊ ഇതിന്റെ പേര് F6. സിമ്പിൾ അല്ലേ? ഇനി ഈ സ്ക്വയറുകൾക്ക് മാത്രമല്ല പേരുള്ളത്. നോക്കിക്കേ, ഇവിടുന്ന് ഈ എയുടെ നേരെ കാണുന്ന ഈ സ്ക്വയറുകൾ ഉണ്ടാകും. ഇത്രയും സ്ക്വയറുകൾ. ഇതിനെ എല്ലാത്തിനെയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഫയൽ എന്ന് പറയും. അപ്പൊ ഇത് എയുടെ നേരെ കാണുന്നതുകൊണ്ട് ഇതിനെ എ ഫയൽ എന്ന് പറയും. ബിയുടെ നേരെ കാണുന്ന എല്ലാ സ്ക്വയറുകളെയും കൂടെ ചേർത്തിട്ട് നമ്മൾ ബി ഫയൽ എന്ന് പറയും. അപ്പൊ ബിയുടെ നേരെ കാണുന്നതുകൊണ്ട് അതിനെ ബി ഫയൽ. ഇത് സി ഫയൽ, ഇത് ഡി ഫയൽ, ഇ ഫയൽ, എഫ് ഫയൽ, ജി ഫയൽ, എച്ച് ഫയൽ. അങ്ങനെ 8 ഫയലുകളാണ് നമ്മുടെ ഈ ബോർഡിലുള്ളത്. ഇനി ഈ 1ന് നേരെ കാണുന്ന സ്ക്വയറുകൾ, ഇത്രയും സ്ക്വയറുകളെ നമ്മൾ ചേർത്തിട്ട് ഇതിന് പറയുന്ന പേരാണ് റാങ്ക്. അപ്പോൾ 1ന് നേരെ കാണുന്നതുകൊണ്ട് ഇതിനെ ഫസ്റ്റ് റാങ്ക് എന്ന് പറയും. ഇത് സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, ഫോർത്ത് റാങ്ക്, ഫിഫ്ത്ത് റാങ്ക്, സിക്സ്ത് റാങ്ക്, സെവൻത് റാങ്ക്, എയ്ത്ത് റാങ്ക്. അപ്പം 8 റാങ്കുകളുണ്ട്, 8 ഫയലുകളുണ്ട്. നമ്മൾ ഫയലുകളും റാങ്കുകളും നോക്കുന്ന സമയത്ത് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കളറുകളാണ്. ഡാർക്ക് സ്ക്വയർ, ലൈറ്റ് സ്ക്വയർ, ഡാർക്ക് സ്ക്വയർ, ലൈറ്റ് സ്ക്വയർ, ഇങ്ങനെയാണ് പോകുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ എല്ലാ സ്ക്വയറുകളും ഒരേ കളറാണ് ചരിഞ്ഞു കിടക്കുന്നത്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഡയഗണൽ. അപ്പം ഇതും ഒരു ഡയഗണൽ, ഇതൊരു ഡയഗണലാണ്, ഇത് ഡയഗണലാണ്. അപ്പൊ ഇതിന് നമ്മൾ ചരിഞ്ഞു കിടക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് ഡയഗണൽ. ഇതിനകത്ത് ഏറ്റവും ലെങ്ത് ആയിട്ടുള്ള ഡയഗണൽ എന്ന് പറയുന്നത് ഇതാണ്. വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഇതാ. ഇത് രണ്ടെണ്ണമാണ് ഏറ്റവും ലെങ്ത് കൂടിയ ഡയഗണൽ. ഈ സൈഡിൽ കാണുന്ന കോർണറിൽ കാണുന്നതൊക്കെ ലെങ്ത് കുറഞ്ഞ ഡയഗണൽ. അപ്പൊ നമ്മൾ ഫയൽ എന്താണെന്ന് മനസ്സിലാക്കി, റാങ്ക് എന്താണെന്ന് മനസ്സിലാക്കി, ഡയഗണൽ എന്താണെന്ന് മനസ്സിലാക്കി. അടുത്തതായി നമ്മൾ നോക്കുന്നത് നമ്മളൊരു ഗെയിമിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ പീസുകൾ എങ്ങനെയാണ് അടുക്കി വെക്കുന്നത് എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആണ്. 2 കോർണറിലും റൂക്ക് പ്ലേസ് ചെയ്യും. കണ്ടോ, വൈറ്റിന്റെ സൈഡിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. വൈറ്റിന്റെ റൂക്ക് 2 കോർണറിൽ പ്ലേസ് ചെയ്യും. നെക്സ്റ്റ് അതിനെ തൊട്ടടുത്തായിട്ട് നൈറ്റിനെ പ്ലേസ്, 2 നൈറ്റ് പ്ലേസ് ചെയ്യുക. നെക്സ്റ്റ് ബിഷപ്പിനെ പ്ലേസ് ചെയ്യും. ഓക്കെ, ഇനി മിച്ചമുള്ളത് 2 സ്ക്വയറുകൾ ഇവിടെ മിച്ചമുണ്ട് അല്ലെ? 2 സ്ക്വയറുകൾ മിച്ചമുണ്ട്. അപ്പം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്യൂൻ എപ്പോഴും അത് സെയിം കളറിൽ തന്നെ വെക്കണം. ഇനി വൈറ്റിന്റെ ക്യൂൻ ആണെങ്കിൽ അത് ലൈറ്റ് സ്ക്വയറിലാണ് വെക്കേണ്ടത്. ബ്ലാക്കിന്റെ ക്യൂൻ ആണെങ്കിൽ അത് ഡാർക്ക് സ്ക്വയറിലാണ് വെക്കേണ്ടത്. അപ്പോൾ ക്യൂൻ വെക്കേണ്ടത് D1 എന്ന് പറയുന്ന സ്ക്വയറിലാണ് ക്യൂൻ വെക്കേണ്ടത്. മിച്ചമുള്ള സ്ഥലത്ത് കിങ്ങും വെക്കുക. ഇനി പോണിനെ സെക്കൻഡ് റാങ്കിൽ എല്ലാ സ്ക്വയറുകളിലും പോൺ വെക്കുക. രണ്ടാമത്തെ റാങ്കിൽ എല്ലാ സ്ക്വയറുകളിലും പോൺ വെക്കുക. ഇനി ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും. അപ്പോൾ ക്യൂനിന്റെ പൊസിഷൻ സെയിം, നേരെ തന്നെയായിരിക്കും. കിങ് നേരെ തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ലെസണിൽ നമ്മൾ പഠിച്ചത് ബോർഡ് എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. ബോർഡ് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലെ താഴത്തെ കോർണർ എപ്പോഴും ലൈറ്റ് സ്ക്വയർ ആയിരിക്കണം. പിന്നെ അടുത്തത് പറഞ്ഞത് ഇതിന്റെ സ്ക്വയറുകളുടെ എല്ലാത്തിന്റെയും പേര് പറഞ്ഞു, പീസുകളുടെ എല്ലാത്തിന്റെയും പേര് പറഞ്ഞു, ഫയല് പറഞ്ഞു, അതേപോലെ തന്നെ റാങ്ക് പറഞ്ഞു, ഡയഗണൽ പറഞ്ഞു, പിന്നെ പീസുകൾ എങ്ങനെയാണ് അടുക്കി വെക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ലെസണിൽ നമുക്ക് ഈ പീസുകൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം.